ചരിത്രപാഠം 10ാം എപ്പിസോഡിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ചരിത്രത്തിലെ 10 റോമൻ മതമർദ്ദനങ്ങൾ. ക്രൈസ്തവർക്ക് എതിരെ പ്രധാനമായും 10 മതമർദ്ദനങ്ങളാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവ മതമർദ്ദനങ്ങൾ നടത്തിയ ചക്രവർത്തിമാർ, മതമർദ്ദനങ്ങൾ നടന്ന വർഷങ്ങൾ എന്നീ ക്രമത്തിൽ ഒന്നാമത്തേത് നീറോ ചക്രവർത്തിയുടെ കാലത്താണ്, 54 മുതൽ 68 വരെ. 2 ഡൊമീഷ്യൻ 81 മുതൽ 96 വരെ. 3 ട്രാജൻ 98 മുതൽ 117 വരെ. 4 ഹഡ്രിയാൻ 117 മുതൽ 138 വരെ. 5 അന്തോനിയൂസ് പയസ് 138 മുതൽ 161 വരെ. 6 ഔറേലിയസ് 161 മുതൽ 180 വരെ. 7 സെപ്റ്റിമൂസ് സെവരൂസ് 193 മുതൽ 211 വരെ. 8 ഡേഷ്യസ് 249 മുതൽ 251 വരെ. 9 വലേറിയൻ 253 മുതൽ 260 വരെ. 10 ഡയോക്ലീഷ്യൻ 284 മുതൽ 305 വരെ. ലക്ടാൻഷ്യസ്, ടസിറ്റസ്, യൂസേബിയൂസ് എന്നീ ചരിത്രകാരന്മാരുടെ രേഖകളാണ് നാം പഠന വിഷയമാക്കിയിരിക്കുന്നത്. ഈ 10 മതപീഡനങ്ങളെ പഴയ നിയമത്തിലെ 10 മഹാമാരികളായി ചിത്രീകരിക്കുന്ന ചരിത്രകാരന്മാരുമുണ്ട്. പഴയ നിയമകാലത്തെ 10 മഹാമാരികൾ പുതിയ നിയമകാലത്തെ 10 മതമർദ്ദനങ്ങളുടെ മുന്നോടിയായിട്ടാണ് അവർ കാണുക. 1-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം നീറോയുടെ കാലം മുതൽ 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം ഡയക്ലീഷ്യൻ്റെ കാലം വരെ ഏതാണ്ട് 250 വർഷങ്ങൾ മതമർദ്ദനങ്ങളുടെ കാലമായി പറയാറുണ്ടെങ്കിലും ഈ കാലത്തിൻ്റെ ഏതാണ്ട് 1/3 കാലത്ത് മാത്രമേ കൃത്യമായ മതമർദ്ദനങ്ങൾ നടന്നിട്ടുള്ളൂ, അതും 10 ചക്രവർത്തിമാരുടെ കാലത്ത്. ഈ 2.5 നൂറ്റാണ്ട് കാലത്തെ മതമർദ്ദകരായ ഈ 10 ചക്രവർത്തിമാരെ കൂടാതെ മറ്റ് 30ഓളം പേർ കൂടി റോമ ചക്രവർത്തിമാരായി രാജ്യത്തെ ഭരിച്ചിട്ടുണ്ട്. എന്നാൽ അവർ മതമർദ്ദകരുടെ ലിസ്റ്റിൽ പെടുന്നില്ല. അവരിൽ ചിലർ ക്രിസ്ത്യാനികളോട് അനുഭാവം പുലർത്തിയവരും ചിലർ നിഷ്പക്ഷത പാലിച്ചവരുമാണ്. ക്രിസ്ത്യാനികൾ ആയതിൻ്റെ പേരിലല്ല പലപ്പോഴും രാജാക്കന്മാർ ക്രൈസ്തവരെ പീഡനങ്ങൾക്ക് വിധേയരാക്കിയത്. അവരുടെ രാജ്യ മതബന്ധമാണ്. രാജ്യം അംഗീകരിക്കാത്ത ഒരു മതവും അനുവർത്തിക്കാൻ റോമ പൗരർക്ക് അവകാശമില്ലായിരുന്നു. റോമിനെ ആദ്യകാലങ്ങളിൽ ആക്രമിച്ച അയൽ രാജ്യങ്ങളുടെ മതങ്ങളെ ശത്രുമതങ്ങളായാണ് അവർ കണക്കാക്കിയിരുന്നത്. കാരണം അവ ശത്രുരാജ്യങ്ങളുടെ മതമായിരുന്നു. അതിനാൽ റോമാക്കാർ ആക്രമിച്ച് കീഴടക്കിയ പേർഷ്യ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ മതങ്ങൾ ആ പ്രദേശങ്ങളെ റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രവിശ്യകളായി പ്രഖ്യാപിച്ചപ്പോൾ അവിടുത്തെ മതങ്ങൾക്ക് റോമാ ചക്രവർത്തിമാർ അംഗീകാരം കൊടുത്ത് അവയെ റോമൻ മതങ്ങളായി പ്രഖ്യാപിച്ചു. എന്നാൽ പുതുതായി രൂപം എടുത്ത ക്രൈസ്തവ മതത്തെ റോമൻ അധികാരികൾക്ക് അങ്ങനെ കാണാനായില്ല. അത് രാജ്യ സമാധാനത്തിന് തടസ്സമാകുമെന്ന് അവർ കരുതി. ഈശോ മാത്രമാണ് തങ്ങളുടെ ഏക ദൈവം എന്ന വിശ്വാസവും വിജാതിയർക്ക് ഈ പുതിയ മതത്തോടുള്ള എതിർ മനോഭാവവും തുടർന്ന് 3-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ എണ്ണത്തിലും ശക്തിയിലും വളരാൻ തുടങ്ങിയപ്പോൾ ആ മതത്തെ രാജ്യത്തിന് ഭീഷണിയായി കണ്ടതും ആണ് ഈ മതമർദ്ദനം ആരംഭിക്കാനുള്ള കാരണങ്ങൾ. എന്നാൽ ഈ മതമർദ്ദനങ്ങൾക്കൊന്നും ക്രൈസ്തവരെ അവരുടെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, റോമാക്കാർ ഉൾപ്പെടെയുള്ള വിജാതിയർ ഈ മതത്തിൽ ചേരാൻ കാരണമായി എന്നും അങ്ങനെ ഈ മതം എല്ലാ രാജ്യങ്ങളിലും വേഗത്തിൽ പ്രചരിക്കാൻ തുടങ്ങി എന്നും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു.